നമസ്കാരം ഗൈസ്. നാളെ വൈകുന്നേരം നമുക്ക് വയനാട്ടിൽ ഒരു പാട്ടുപരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയതാണ് ഇന്ന്. സ്റ്റുഡിയോ നമ്മുടെ സ്വന്തം സ്ഥലമായതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിൻ്റെ സൈഡിലാട്ടോ ഞാൻ പാർക്ക് ചെയ്തിട്ട് പോകാറ്. അതാകുമ്പോൾ സെക്യൂരിറ്റി ചേട്ടന്മാരുടെ ചെറിയൊരു നോട്ടം കിട്ടുമല്ലോ. അങ്ങനെ ഇന്നത്തെ വൈകിയ വേളയിലുള്ള വയനാട്ടിലേക്കുള്ള ഈ യാത്ര ഗോപുവിൻ്റെ വണ്ടിയിലാട്ടോ. ഞങ്ങൾ 5 പേരും കൂടെ ഇൻസ്ട്രുമെന്റ്സും കൂടെ കയറി കഴിഞ്ഞപ്പം വണ്ടിക്കകത്തൊരു മുട്ട് സൂചി വെക്കാനുള്ള സ്ഥലം പോലും ബാക്കിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. കൊരട്ടി കൂടി തൃശ്ശൂർ വഴി വയനാട്ടിലേക്ക് പോകുന്നതായിരുന്നു ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ കൊരട്ടി എത്തുന്നതിന് മുമ്പേ വമ്പിച്ച് ബ്ലോക്കായി. ഗൂഗിൾ മാപ്പൊക്കെ നല്ല ചൊകാന്ന് ചുവന്ന് കിടക്കുമായിരുന്നു കേട്ടോ. അവിടുന്ന് നേരെ തൃശ്ശൂർക്ക് ഒരു ഷോർട്ട് കട്ട് എടുത്തതേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ പൂക്കുറ്റി മഴയായിരുന്നു, ഒന്നും കാണാൻ മേല. അങ്ങനെ ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി പോകുന്ന വഴിക്ക് ഒരു ഗട്ടറി ചാടി വണ്ടി പൊളിഞ്ഞു എന്നാട്ടോ കരുതിയത്. അങ്ങനെ വണ്ടി സൈഡാക്കി ഏതോ ഒരു ജംഗ്ഷനിൽ വണ്ടിക്ക് വല്ലതും പറ്റിയോന്ന് ഇറങ്ങി നോക്കുന്ന രംഗമാട്ടോ നിങ്ങളീ കാണുന്നത്. ഈ സ്ഥലം ഏതാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അവിടുന്ന് പിന്നെ ഇങ്ങോട്ടുള്ള യാത്ര ചായക്കടകളിലൂടെയുള്ള തീർത്ഥാടനമായിരുന്നു കേട്ടോ. പറ്റാവുന്ന ചായക്കടയിലെല്ലാം ഞങ്ങൾ കയറി. പണ്ട് ഏതോ സിനിമയിൽ മോഹൻലാൽ ചോദിച്ച് പോകാമെന്ന് പറഞ്ഞ പോലെ ഞങ്ങളവിടെ നിന്ന് ചായ കുടിച്ച് പോകുന്നു. നിങ്ങളും രാത്രിയിൽ ഇങ്ങനെ ഡ്രൈവ് പോവുകയാണെങ്കിൽ ഇടയ്ക്കിറങ്ങി ചായ കുടിക്കുന്നത് വളരെ നല്ലതാട്ടോ. വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് ഉറക്കം വരാതിരിക്കും. പോരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കഴിച്ച് രാവിലെ ഏകദേശം 9 മണിയായപ്പോൾ ഞങ്ങൾ സ്റ്റേയിലെത്തി. വന്നപാടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനായിട്ട് ഞങ്ങൾ ജംസ്ട്രാറ്റ്സ് കളിച്ചു തുടങ്ങി കേട്ടോ. ഓരോന്ന് കണ്ടുപിടിക്കും തോറും ഗെയിമിൻ്റെ വാശി കൂടി വരുമായിരുന്നു കേട്ടോ. ഈ ജംസ്ട്രാറ്റ്സ് ഒക്കെ പോലെ വേറെ ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റിയ ഗെയിംസ് അറിയാവുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യണേ. ഇത്ര തീക്ഷ്ണമായിട്ട് നടക്കുന്ന ഗെയിമിനിടയ്ക്കും തൻ്റെ ഓടക്കുഴൽ പ്രാക്ടീസ് ചെയ്യുന്ന ഗോപുവിന് നിങ്ങൾ കാണാതെ പോരുത് ഗൈസ്. അത് കഴിഞ്ഞ് എല്ലാ പാട്ടുകളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി നേരെ റെഡിയായി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നു. ചെന്നപാടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ റെഡിയായി. അതിൻ്റെ പുറകെ തന്നെ ചെക്കനും പെണ്ണും വന്നു കേട്ടോ. അങ്ങനെ പ്രധാനപ്പെട്ട ചടങ്ങെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ പൊതുവെ ഒരു ഗെയിം സെക്ഷൻ വെക്കാറുണ്ട്. വായിക്കുന്ന പാട്ട് കണ്ടുപിടിക്കുന്നവർക്ക് ആ പാട്ട് പാടാം. ആഗ്രഹമുണ്ടായിട്ട് പാടാൻ ഒരു അവസരം കിട്ടാത്തവർക്ക് ഒരു അവസരം കൊടുക്കുക. അതാട്ടോ ഞങ്ങളുടെ ഗെയിമിന്റെ ലക്ഷ്യം. ഈ ഗെയിം സെഷൻ പൊതുവെ എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. പരിപാടി ഇഷ്ടപ്പെടുകൊണ്ട് കല്യാണച്ചെറുക്കം വന്ന് കൈതരുന്ന രംഗമാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു. രാവിലെ എണീറ്റ് ഒരുങ്ങി സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഞങ്ങൾ നേരെ തിരിച്ചു പോകും. ഞങ്ങൾ 4 പേരും ഇന്ന് ലീവായിരുന്നു കേട്ടോ. പ്രൊജക്റ്റിൽ നിന്ന് ലീവ് കിട്ടാത്തതുകൊണ്ട് ഗോപു മാത്രം ഇന്ന് വർക്കിംഗ് ആയിരുന്നു. പാട്ടിനോടൊരു പാഷൻ ഉള്ളതുകൊണ്ട് തന്നെ നോർമലി ഏത് ടൈപ്പ് ഓഫ് ഈവൻറ്റ്സ് ഞങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ ബാൻഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ DM ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.